2023 റിലീസായ ഫോർ എവർ ലവ് എന്ന വളരെ രസകരമായ ഒരു കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് വലിയൊരു കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ മുന്നിലേക്ക് ഒരു ലക്ഷറി കാറിൽ വന്നിറങ്ങുന്ന നമ്മുടെ കഥാനായികയായ ലിന്നിനെയും അവളുടെ ബോഡിഗാർഡായ ജോയിയെയും കാണിച്ചുകൊണ്ടാണ്. ലിൻ വലിയ സമ്പന്നയായതുകൊണ്ട് മാത്രമല്ല അവളുടെ കൂടെ ഇതുപോലെ ഒരു ബോഡിഗാർഡിനെ വെച്ചിരിക്കുന്നത്, മറിച്ച് അവൾക്ക് കാഴ്ചയ്ക്ക് പരിമിതിയുണ്ട്. എന്തായാലും അവർ ഇവിടേക്ക് വന്നിറങ്ങുമ്പോഴേ ലിന്നിന്റെ ഫിയാൻസി ആയ ചെന്നിപ്പോ അകത്ത് നടക്കുന്ന മീറ്റിംഗിലേക്ക് വന്ന് പങ്കെടുക്കരുതെന്ന് ലിന്നിനോട് പറയുന്നുണ്ടെങ്കിലും ലിൻ അത് കേൾക്കാതെ അകത്തേക്ക് പോകാൻ നിൽക്കുന്നു. ആ ഒരു ടീം അവിടെ ഉണ്ടായിരുന്ന ബോഡി ഗാർഡ്സ് ലിന്നിനെ മാത്രമേ അകത്തേക്ക് വിടൂ. ജോയെ അകത്തേക്ക് വിടാതെ തടയുമ്പോൾ ജോ ലിന്നിന്റെ കഴുത്തിൽ ഒരു ചെയിൻ ഇട്ട് കൊടുക്കുന്നു. എന്തെങ്കിലും എമർജൻസി വന്നാൽ അത് പ്രസ് ചെയ്യണമെന്ന് പറഞ്ഞാണ് വിടുന്നത്. അങ്ങനെ അകത്തേക്ക് മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്ന ലിൻ അവിടെ മീറ്റിംഗിലുള്ള മറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഹെഡായിരുന്ന ലിന്നിന്റെ അച്ഛൻ സഡൻലി മരിച്ചതുകൊണ്ടും തുടർന്ന് ലിന്നിന് ഇതിന്റെ അവകാശം വന്നു ചേരുന്നത് കൊണ്ടും കണ്ണു കാണാത്ത ഒരു പെൺകുട്ടി ഇതൊന്നും നോക്കി നടത്താൻ കേപ്പബിൾ അല്ല എന്ന ആരോപണം നടത്തി അവളിൽ നിന്ന് കൺട്രോൾ നേടിയെടുക്കാനായി ശ്രമിക്കുകയാണ്. അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ ഒപ്പിട്ട് തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ചെൻ അത് എതിർക്കുന്നുണ്ട്. ആ ടീം അവർ ചെന്നിനെ ബലമായി തന്നെ കൈയേറ്റം ചെയ്യുന്നു. കൂടാതെ ലിന്നിനെയും ബലമായി ഒപ്പിടിക്കാനായി നോക്കുമ്പോൾ അവൾ വേഗം തന്നെ കഴുത്തിലുള്ള ചെയിൻ പ്രസ് ചെയ്യുന്നു. തുടർന്ന് ലിന്നിന് എമർജൻസി സിറ്റുവേഷൻ ആണെന്ന് അലാം വരുന്ന ജോ വേഗം തന്നെ അവനെ തടഞ്ഞ് ഗാർഡ്സിനെ അടിച്ചിട്ട് അകത്തേക്ക് കടന്നു ചെന്ന് ലിന്നിനെ കൂട്ടിക്കൊണ്ടുവരുന്നു. യഥാർത്ഥത്തിൽ ജനനം മുതൽ കാഴ്ച ഇല്ലാതിരുന്ന ഒരു പെൺകുട്ടിയല്ല. ഈ അടുത്ത ദിവസം ലിന്നിന്റെ അച്ഛൻ സസ്പീഷ്യസ് ആയ ഒരു സാഹചര്യത്തിൽ മരണപ്പെട്ടു. അച്ഛനെ ആരോ കൊന്നതാണെന്ന് ലിന്നിന് ഉറച്ച വിശ്വാസമുണ്ട്. പക്ഷെ അത് പ്രൂവ് ചെയ്യാനായിട്ടുള്ള തെളിവുകൾ തൽക്കാലം അവളുടെ കയ്യിലില്ല. എന്തായാലും അച്ഛൻ മരണപ്പെടുന്ന ആ ഒരു ദിവസം ലിന്നും അപകടത്തിൽ പെട്ടിരുന്നു. അങ്ങനെ ആ ഒരു ഇതിലാണ് അവളുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടത്. തുടർന്നാണ് ജോ ലിന്നിന്റെ ബോഡി ഗാർഡായി മാറിയിരിക്കുന്നത്. അന്ന് കാഴ്ച നഷ്ടപ്പെടുന്നതിന് മുന്നേ, അതായത് അവൾ അന്ന് അപകടത്തിൽ പെടുന്നതിന് മുന്നേ തന്റെ അച്ഛനും ജോയും തമ്മിൽ എന്തോ കാര്യത്തിൽ തർക്കിക്കുന്നത് ലിൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവൾക്ക് അതിനുശേഷം അച്ഛൻ മരണപ്പെട്ടപ്പോ സത്യത്തിൽ ജോയ്ക്ക് തന്റെ അച്ഛന്റെ മരണത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന വലിയ സംശയമുണ്ട്. പക്ഷേ അത് പ്രൂവ് ചെയ്യാനായിട്ട് വേണ്ട തെളിവുകൾ അവളുടെ കയ്യിലില്ല. എന്തായാലും അവൾ അതുകൊണ്ട് തന്നെ കമ്പനിയിൽ നടന്ന പ്രശ്നത്തിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞ് ജോയോട് ഇനി നീ എന്റെ ബോഡി ഗാർഡ് ആയിട്ട് എനിക്ക് ആവശ്യമില്ലാന്ന് വഴക്കുണ്ടാക്കുമ്പോൾ ലിന്നിന്റെ അച്ഛൻ എന്നെ ലിന്നിന്റെ കാര്യങ്ങൾ നോക്കാനായി ഏൽപ്പിച്ചതാ. ലിന്നിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നതിന് മുന്നേ തന്നെ അച്ഛൻ ലിന്നിന്റെ കാര്യങ്ങൾ എന്നെ നോക്കാൻ ഏൽപ്പിച്ചെങ്കിൽ ഇപ്പൊ കാഴ്ചയില്ലാത്ത സമയത്ത് അങ്ങനെ ഇട്ടിട്ട് പോകാൻ എനിക്ക് കഴിയില്ലെന്ന് ജോ അവന്റെ ഡ്യൂട്ടി ചെയ്യുമെന്ന് ഉറച്ചു പറയുന്നു. ആ ഒരു സമയം ലിന്നിന്റെ ശരീരത്തിൽ അവൻ അച്ഛനെ ഉപദ്രവിക്കാൻ നോക്കിയപ്പോ എന്തെങ്കിലും പരിക്കു പറ്റിയിരുന്നോ എന്നൊന്ന് പരിശോധിക്കാനായി അവൾ അവനോട് ഷർട്ട് ഊരാനായി ആവശ്യപ്പെടുന്നു. അവൾക്ക് കണ്ണിന് കാഴ്ചയില്ലെങ്കിലും അവൾ ആവശ്യപ്പെടുന്നത് പോലെ അല്പം മടിയോടുകൂടി അവൻ ഷർട്ട് ഊരുമ്പോൾ അവന്റെ ശരീരത്തെ അങ്ങിങ്ങ് തടവി നോക്കുന്ന അവൾക്ക് പല മുറിവുകളും ഫീൽ ചെയ്യാനായി സാധിക്കുന്നുണ്ട്. അവൾക്ക് അപ്പൊ നീ തന്നെയാണ് എന്റെ അച്ഛനെ കൊന്നത്, അതുകൊണ്ടല്ലേ ഈ മുറിവുകൾ ശരീരത്തുള്ളതെന്നൊക്കെ അവൾ ഇങ്ങനെ പറയുമ്പോൾ ഞാനൊരു ബോഡി ഗാർഡാ, എന്റെ ശരീരത്ത് അങ്ങനെ പല മുറിവുകളും കാണുമെന്ന് മറുപടിയായിരുന്നു അവൻ കൊടുക്കുന്നത്. ഇതേ സമയം ഇവിടെയാണ് ലിന്നിന്റെ ഫിയാൻസി ആയ ചെന്നും ലിന്നിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ യുവും ഉള്ളത്. യു ലിന്നിന്റെ ഫ്രണ്ടൊക്കെ ആണെങ്കിലും അവൾക്ക് ചെന്നുമായി അത്ര നല്ല റിലേഷൻ അല്ല ഉള്ളത്. ലിന്നിന് ഇപ്പൊ കാഴ്ചയില്ല എന്നത് മുതലെടുത്ത് ചെന്നുമായി അടുക്കാനായിട്ടുള്ള പരിശ്രമത്തിലാണ് യു. ലിന്നാകട്ടെ ചെന്നിനോട് എനിക്ക് എന്റെ അച്ഛന്റെ മരണത്തിൽ ജോയെ സംശയമുണ്ട് എന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിന്റെ അച്ഛന്റേത് ഒരു സ്വാഭാവിക മരണമാണ്, അതിൽ നീ വിചാരിക്കുന്നത് പോലെ അങ്ങനെ ആർക്കും പങ്കില്ല എന്നെല്ലാമായിരുന്നു ചെൻ അവളെ ആശ്വസിപ്പിക്കാനായി പറയുന്നത്. പക്ഷെ അത് കേട്ട് മനസ്സ് മാറാതെ അച്ഛന്റെ മരണത്തെ പറ്റി തന്നെ ആലോചിക്കുന്ന അവൾക്ക് അച്ഛന്റെ ഓഫീസ് മുറിയിൽ ഒരു ചെറിയ ക്യാമറ ഉള്ള കാര്യം ഓർമ്മ വരുന്നു. അവൾ ആ ഒരു ക്യാമറയുടെ വിഷ്വൽസ് റിട്രീവ് ചെയ്യാനായി ആരോടും പറയാതെ റൂമിൽ നിന്ന് എഴുന്നേറ്റ് ഓഫീസ് മുറിയിലേക്ക് പോകുമ്പോൾ അവിടെ ഓൾറെഡി എന്തോ ഒരു ഡോക്യുമെന്റ് അന്വേഷിച്ച് ജോ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ അവളുടെ അച്ഛന്റെ മരണത്തിൽ അവൾ എന്നെ തന്നെ സംശയിക്കുമെന്നറിഞ്ഞ് ലിന്നിന്റെ മുന്നിൽ ജോ അവിടെ ഇല്ലാത്ത രീതിയിൽ ശബ്ദമുണ്ടാക്കാതെ നിൽക്കുന്നു. പക്ഷെ അവൾ ക്യാമറ എടുക്കാനായി കണ്ണു കാണാത്തത് കൊണ്ട് കൈയിട്ട് തടഞ്ഞ് അവിടെയുള്ള ബുക്ക് അവളുടെ ദേഹത്തേക്ക് വീഴാൻ പോകുമ്പോൾ ജോ അത് പിടിക്കുന്നുണ്ട്. ആ ഒരു ടൈം ലിന്നിന് ഇവിടെ ജോയുടെ പ്രസൻസ് ഫീൽ ആവുന്നു. അങ്ങനെ ഇവരിവിടെ അതിനെപ്പറ്റി തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ചെന്നും യുവും വരുന്നു. അപ്പോഴാണ് ചെന്നിനോട് ഇവിടെ ക്യാമറയിലെ മെമ്മറി കാർഡ് എടുത്ത് തരാനേ ലിൻ ആവശ്യപ്പെടുന്നത്. ഇവിടെ ക്യാമറ ഉണ്ടായിരുന്നു എന്ന് അത് കേൾക്കുന്ന ചെന്നിന്റെയും യുവിന്റെയും മുഖഭാവം മാറുന്നു. അവർ ആ ക്യാമറ എടുക്കാൻ മടിക്കുമ്പോൾ ജോ അതെടുത്ത് ലിന്നിനെ ഏൽപ്പിക്കുന്നുണ്ടെങ്കിലും ലിന്നിന്റെ കയ്യിൽ നിന്ന് ആ ഒരു മെമ്മറി കാർഡ് ചെൻ കൈക്കലാക്കുന്നു. അതിനുശേഷം അവനും യുവും കൂടി ചേർന്ന് അതിലെ വിഷ്വൽസ് പരിശോധിച്ച് എന്തെങ്കിലും സംശയാസ്പദമായി കണ്ടെങ്കിൽ അറിയിക്കാമെന്ന് പറഞ്ഞ് അത് പരിശോധിക്കാനിരിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും തന്നെ സംശയിക്കത്തക്ക രീതിയിൽ കണ്ടിട്ടില്ല. ആരും തന്നെ ലിന്നിന്റെ അച്ഛൻ മരണപ്പെടുന്നതിന് മുന്നേ ഈ ഒരു റൂമിൽ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന കാര്യങ്ങളൊക്കെ അറിയിക്കുന്നു. ഇവരെ
പറ്റി എന്തൊക്കെയോ ഡൗട്ടുകൾ ഇതെല്ലാം കാണുമ്പോൾ ജോയ്ക്ക് തോന്നുന്നുണ്ട്. അവന്റെ സംശയം ശരിയാണെന്ന് പ്രൂവ് ചെയ്യുന്ന രീതിയിൽ ലിൻ കാണാതെ മാറി നിന്ന് യുവും ചെന്നും എന്തൊക്കെയോ അടക്കം പറയുന്നതും ആ ഒരു ക്യാമറയുടെ മെമ്മറി കാർഡ് കൈമാറുന്നതും നമുക്ക് കാണാം. പിന്നീട് നമ്മൾ കാണുന്നത് ജോയാണ്. യഥാർത്ഥത്തിൽ ഇവന്റെ പേര് ജോയ് എന്നല്ല, ഇവന്റെ പേര് മാർക്ക് എന്നാണ്. മാർക്കിന്റെ ഒരു സുഹൃത്താണ് ജോ. മാർക്കിന്റെ അച്ഛനും ലിന്നിന്റെ അച്ഛനും ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരുന്നു. പക്ഷെ ഇടയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടാവുകയും തുടർന്ന് മാർക്കിന്റെ അച്ഛൻ മരണപ്പെടുകയും ചെയ്തു. തന്റെ അച്ഛന്റെ മരണത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനായിട്ടാണ് തന്റെ സുഹൃത്തായ ജോയുടെ ഐഡന്റിറ്റിയിൽ മാർക്ക് ഇവിടെ ജോയായി ലിന്നിന്റെ കൂടെ തന്നെ നിൽക്കുന്നത്. അവൻ തന്റെ അച്ഛന്റെ മരണത്തെ പറ്റിയുള്ള സത്യാവസ്ഥ അന്വേഷിക്കാനായി അതിന്റെ ചില ഡോക്യുമെന്റ്സ് ഒക്കെ തിരക്കിയാണ് മുന്നേ ലിൻ അവളുടെ അച്ഛന്റെ ഓഫീസ് മുറിയിൽ പോയപ്പോ അവിടെയും എത്തിയിരുന്നത്. പക്ഷെ ഇതൊന്നും തന്നെ ലിന്നിന് അറിയില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ലിൻ ആവശ്യപ്പെട്ടത് പ്രകാരം അവളെ ഒരു സ്ഥലത്തേക്ക് മാർക്ക് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ആ ഒരു ടൈം അവിടെ അവർ ആക്രമിക്കപ്പെടുകയാണ്. ലിന്നിനെ ആക്രമികളിൽ നിന്ന് രക്ഷിക്കാനായി മാർക്കിന് സാധിക്കുന്നുണ്ടെങ്കിലും അവൻ ആ പ്രോസസ്സിന്റെ ഇടയിൽ പരിക്കേൽക്കുന്നു. അവന്റെ ശരീരത്ത് മുറിവുണ്ടായി രക്തം വരുമ്പോ അത് മനസ്സിലാക്കുന്ന ലിന്നിന്റെ ബോധം പോകുന്നുണ്ട്. അവൾക്ക് ഈ ഒരു ട്രോമ അച്ഛന്റെ മരണത്തിന് ശേഷം കടന്നുകൂടിയതാണ്. എന്തായാലും അവളെ അങ്ങനെ മാർക്ക് തിരിച്ച് താമസ സ്ഥലത്തേക്ക് എത്തിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചെൻ ഇപ്പോൾ ലിൻ ആക്രമിക്കപ്പെട്ടതിന് പിന്നിൽ യു ആണെന്ന് മനസ്സിലാക്കി അവളോട് നീ ഇപ്പോ ധൃതി പിടിച്ച് ലിന്നിനെ ഒന്നും തന്നെ ചെയ്യരുത്, അവൾക്ക് എന്തെങ്കിലും പറ്റിയാ നമ്മൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ വെറുതെ ആകും എന്ന താക്കീത് നൽകുന്നുണ്ട്. ഇതേ ടീം മാർക്കിന് പരിക്കേറ്റത് മനസ്സിലാക്കുന്ന യഥാർത്ഥ ജോ മാർക്കിന്റെ വലിയ അടുത്ത സുഹൃത്താണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്വാതന്ത്ര്യത്തിൽ അവനോട് തട്ടിക്കയറുന്നു. നീ ചുമ്മാ ആ പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടി നിന്നെ അപകടത്തിൽ പെടുത്തരുത്. ഇതിപ്പോ എത്രാമത്തെ തവണയാ അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ പോയി നീ ഇങ്ങനെ പരിക്കേറ്റ് വരുന്നത്. അത്രയ്ക്ക് വലിയ ആത്മാർത്ഥത അവളോട് കാണിക്കാൻ നീ അവളുടെ യഥാർത്ഥ ബോഡി ഗാർഡ് അല്ല എന്ന കാര്യം എപ്പോഴും ഓർമ്മ വേണമെന്ന് ജോ അവനെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ഇരിക്കെ ലിൻ മരണപ്പെട്ട അവളുടെ അച്ഛനെ ഓർത്ത് വളരെ ഇമോഷണൽ ആവുന്ന സമയത്തൊക്കെ തന്റെ അച്ഛനെ നഷ്ടപ്പെട്ട ആ ഒരു സിറ്റുവേഷൻ മാർക്ക് ഓർക്കുന്നുണ്ട്. അവനും ഞാനും ഇതുപോലെ അച്ഛനെ നഷ്ടപ്പെട്ട വേദനയിലൂടെ കടന്നുപോയ ഒരാളാണെന്ന് പറയുന്നു. അത് കേൾക്കുന്നവൾ എങ്ങനെയും ഞാൻ എന്റെ അച്ഛന്റെ മരണത്തിന് പിന്നിലെ സത്യാവസ്ഥ കണ്ടെത്തുമെന്ന് അവനോട് പറയുമ്പോ നീ എന്നെ ഇപ്പോഴും ഇതിൽ സംശയിക്കുന്നുണ്ടോ എന്നായിരുന്നു അവളുടെ ബോഡി ഗാർഡായ ജോ ആയി അവളുടെ മുന്നിൽ നിൽക്കുന്ന മാർക്കിന്റെ ചോദ്യം. പക്ഷെ അവൾ അപ്പോഴും അതിനൊരു ക്ലിയർ ആൻസർ അവന് നൽകുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം ലിന്നിന്റെ സെർവന്റ് അവളുടെ കയ്യിൽ ഒരു പെൻ ഡ്രൈവ് കൊണ്ടു കൊടുക്കുന്നത്. ഒരാൾ ഇത് മേഡത്തെ ഏൽപ്പിക്കാൻ കൊണ്ട് തന്നതാണ്. ജോ ശരിക്കും ജോ അല്ല എന്നൊരു കാര്യം കൂടി പറയാനായി പറഞ്ഞു എന്ന് പറയുന്നു. ആരാണ് ഈ പെൻ ഡ്രൈവ് കൊണ്ടു തന്നതെന്ന ചോദ്യത്തിന് അറിയില്ല എന്നായിരുന്നു സെർവന്റിന്റെ ഉത്തരം. എന്തായാലും ഈ പെൻ ഡ്രൈവിൽ ഉള്ള കാര്യം തനിക്ക് നേരിട്ട് കാണാൻ കഴിയാത്തത് കൊണ്ട് ലിൻ യുവിന്റെ കയ്യിൽ കൊടുത്ത് അതിൽ എന്താണുള്ളതെന്ന് ചോദിക്കുമ്പോൾ മാർക്ക് എന്ന ഒരാളുടെ ഡീറ്റെയിൽസ് ആണുള്ളത്. ഫോട്ടോ ഇല്ല. ഒപ്പം അയാളുടെ ശരീരത്ത് അയാളെ തിരിച്ചറിയുന്ന കണക്ക് ഓപ്പറേഷൻ നടന്ന ഒരു പാടുണ്ട്. അത് അബ്ഡോമന്റ് അവിടെ ആയിട്ട് വരും എന്നതൊക്കെ യു പറയുമ്പോഴും ഇതിലുള്ള ഡീറ്റെയിൽസ് ജോ എന്ന ഐഡന്റിറ്റിയിലെ ലിന്നിന്റെ കൂടെയുള്ള മാർക്കിനെ പറ്റിയാണെന്ന് യുവിന് അറിയില്ല. സെർവന്റ് പറഞ്ഞ് ജോ ആയി വന്ന് നിൽക്കുന്നത് വേറൊരാളാണെന്ന കാര്യം ലിൻ മാത്രമല്ലേ അറിഞ്ഞുള്ളൂ. അത് അവൾ യുവിനോട് പറയുന്നില്ല. എന്തായാലും പിന്നീട് മാർക്ക് അവളുടെ മുന്നിലേക്ക് ഒരു സാധാരണ ബോഡി ഗാർഡിനെ പോലെ എത്തുമ്പോൾ അവന് ഡ്രിങ്ക്സ് കൊടുത്ത് മയക്കി അവന്റെ ശരീരത്തിൽ ആ ഓപ്പറേഷൻ നടന്ന പാടവൾ പരിശോധിക്കാനായി ഒരുങ്ങുന്നു. ആ ടീം ആദ്യം ബോധം മറിഞ്ഞതുപോലെ കിടന്ന മാർക്ക് പിന്നീട് കണ്ണു തുറന്ന് അവളെ തടയാണ്. ആ ടീം അവൾ സത്യം പറ നീ ആരാ, ജോയോ അതോ മാർക്കോ, എന്തിനാ നീ ഇങ്ങനെ ആൾമാറാട്ടം നടത്തി ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോ ഞാൻ എന്റെ അച്ഛന്റെ മരണത്തെ പറ്റിയുള്ള സത്യാവസ്ഥ അന്വേഷിച്ചു വന്നതാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ അച്ഛന്റെ മരണത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. നമ്മൾ രണ്ടുപേരും നമ്മുടെ അച്ഛന്മാരുടെ മരണത്തിന്റെ സത്യാവസ്ഥ അന്വേഷിച്ചു നടക്കുന്നവരാ. എന്തായാലും നിന്റെ മുന്നിൽ ഞാൻ ഫേക്ക് ആയ ഒരു ഐഡന്റിറ്റിയിൽ എന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി വന്നു നിന്നു. അത് ശരിയാ. അതിന്റെ പേരിൽ നീ വേണമെങ്കിൽ എന്നെ ഇപ്പൊ തന്നെ പറഞ്ഞു കേട്ടോ. പക്ഷെ നീ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവർ അത്ര വിശ്വസ്തരല്ല എന്നത് നീ തിരിച്ചറിയണമെന്ന് അവളോട് പറഞ്ഞ് മാർക്ക് അവിടെ നിന്ന് പോകുമ്പോ ആരെ പറ്റിയാണ് ഇവൻ പറയുന്നത് എന്ന് ഒരു ഐഡിയയും ലെന്നിനുണ്ടായിരുന്നില്ല. മാർക്ക് ആകട്ടെ ഇവിടെ നിന്ന് നേരെ പോകുന്നത് ജോയുടെ അടുത്തേക്കാണ്. കാരണം ജോയാണ് മാർക്കിനെ പറ്റിയുള്ള രഹസ്യം പെൻഡ്രൈവിലാക്കി ലിന്നിനെ ഏൽപ്പിക്കാൻ നോക്കിയതെന്നത് മാർക്കിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ലിന്നിന്റെ കൂടെ നടന്ന് ലിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനായി മാർക്ക് നോക്കി അവസാനം അവൻ അപകടത്തിൽ പെടുമോ എന്ന പേടി കൊണ്ടാണ് അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഏതാണ്ട് അവന്റെ സഹോദരനെ പോലെ തന്നെ അവന്റെ വീട്ടിൽ വളർന്ന ജോയ്ക്കുള്ളത്. ആ ഒരു കൺസേണിന്റെ പേരിലാണ് ജോ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ എന്തായാലും മാർക്കിന്റെ കൂടെ ചേർന്ന് കാര്യങ്ങൾ മുന്നോട്ട് അന്വേഷിക്കുന്ന ലിന്നിന് തന്റെ ഫിയാൻസിയായ ചെന്നും തന്റെ ബെസ്റ്റ് ഫ്രണ്ടായ യുവും കൂടി ചേർന്ന് തന്നെ പറ്റിക്കുകയാണെന്നും അവര് രണ്ടുപേരും തന്റെ അച്ഛൻ മരണപ്പെടുന്നതിന് മുന്നേ അച്ഛന്റെ ഓഫീസ് മുറിയിൽ അച്ഛനോട് സംസാരിച്ചിരുന്നു എന്ന കാര്യവും മനസ്സിലാവുന്നു. പക്ഷെ ആ ഒരു ക്യാമറ ഫുട്ടേജ് നോക്കി ഇവർ അങ്ങനെ ഒരു കാര്യമേ ഇല്ല എന്നാണല്ലോ സ്ഥാപിച്ചെടുത്തത്. അതിൽ നിന്ന് തന്നെ ഇവർ തന്നെ സമർത്ഥമായി പറ്റിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിലും അവരെ കൈയോടെ പിടികൂടാനായി അവൾ തെളിവുകൾ അന്വേഷിക്കുന്നു. അതിന്റെ ഇടയിൽ ലിന്നും മാർക്കും വളരെയധികം ഈ അന്വേഷണത്തിന്റെ കാര്യങ്ങൾക്കൊക്കെ ഇപ്പൊ ഒന്നിച്ചാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അത് ചെന്നിന് ഇഷ്ടപ്പെടുന്നില്ല. അവൻ ലിന്നിനെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നില്ല. യുവിന്റെ കൂടെ ചേർന്ന് അവളെ പറ്റിക്കുകയാണെങ്കിൽ പോലും മാർക്കിന്റെ കൂടെ ലിൻ ചേർന്ന് കഴിഞ്ഞാൽ താൻ ഔട്ട് ആകുമോ, അവളുടെ സ്വത്ത് തനിക്ക് അടിച്ചു മാറ്റാൻ പറ്റാതെ പോകുമോ എന്ന ടെൻഷനാണ് അവന്. അതിന്റെ പേരിൽ അവൻ മാർക്കിനെ താക്കീത് ചെയ്യുന്നു. മാർക്കിന്റെ യഥാർത്ഥ ഐഡന്റിറ്റി തനിക്ക് അറിയാമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോ എനിക്ക് എന്തായാലും നിങ്ങളുടെ അത്രയും ദുരുദ്ദേശമൊന്നുമില്ല. കൂടാതെ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ സാമ്പത്തിക നേട്ടവും പേഴ്സണൽ ഇൻട്രസ്റ്റും നേടിയെടുക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ ലിന്നിനെ ഏതെങ്കിലും രീതിയിൽ പരിക്കേൽപ്പിക്കാനാണ് ഭാവം
സംഭവമെങ്കിൽ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് മാർക്ക് തീർത്തു പറയുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ മാത്രമല്ല, ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുന്നേ ലിൻ ഒരു കാർ അപകടത്തിൽ പെട്ടതായിരുന്നു. പക്ഷെ ആ ഒരു ടീമും അവളെ മാർക്ക് സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് പോലും ലിൻ വിചാരിച്ചിരുന്നത് ചെന്നാണ് തന്നെ പ്രൊട്ടക്ട് ചെയ്തതെന്നാണ്. അവൾക്ക് ആ ഒരു വിശ്വാസം ഇപ്പോഴും ചെന്നിനോടുണ്ട്. അതുകൊണ്ട് തന്നെ യുവുമായി ചെൻ തന്നെ അത്രയ്ക്കങ്ങ് ചതിക്കുമെന്ന് അവൾക്ക് വിശ്വസിക്കാനും കഴിയുന്നില്ല. ഇതേ ടീം അവളെ അന്ന് അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് താനായിട്ടും അവൾ ഇപ്പോഴും അത് ചെന്നാണെന്നാണ് കരുതിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ മാർക്കിന് വല്ലാത്തൊരു സങ്കടം തോന്നുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ യു ചില ആളുകളെ വിട്ട് ലിന്നിനെ അപായപ്പെടുത്താൻ നോക്കുമ്പോൾ മാർക്ക് വളരെയധികം ടെൻഷനായി കറക്റ്റ് സമയത്ത് അവിടെ ചെന്ന് അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇവൻ ഇവളുടെ ബോഡി ഗാർഡായി നിന്ന് ഇവളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു കാർ അപകടത്തിൽപ്പെട്ട ടീമും ഇവളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ കാര്യങ്ങളെല്ലാം തന്നെ യഥാർത്ഥ ജോയ്ക്ക് അറിയാം. അവൻ ലിന്നിനോട് ഒരു താല്പര്യമുള്ളത് കൊണ്ട് തന്നെയാണ് അവൾക്ക് എന്ത് അപകടം പറ്റിയാലും അത് ഇവന്റെ ലൈഫിനെ പോലും റിസ്ക് ചെയ്യുമെന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അത് മൈൻഡ് ചെയ്യാതെ ഇവൻ അവളെ പോയി പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്ന ജോ മാർക്കിന്റെ പ്രൊട്ടക്ഷനെ ഓർത്ത് ലിന്നിൽ നിന്ന് അവൻ അകറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും അത് നടപടിയാകുന്നില്ല. തന്റെ അച്ഛന്റെ മരണത്തിൽ ലിന്നിന്റെ അച്ഛന് എന്തൊക്കെയോ പങ്കുണ്ട് എന്ന സംശയങ്ങൾ മാർക്കിന് ഉണ്ടായിട്ട് പോലും അവൻ ആ ഒരു ദേഷ്യവും കാര്യങ്ങളോ ഒന്നും തന്നെ അവളോട് കാണിക്കുന്നുമില്ല. അങ്ങനെ ഇരിക്കെ ഒരു അപകടത്തിൽപ്പെട്ട് കാഴ്ച നഷ്ടപ്പെട്ട ലിന്നിന് അതേപോലെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ കാഴ്ച വീണ്ടും കിട്ടുന്നു. അവൾ തലയിടിച്ച് ബാത്റൂമിൽ വീഴുന്ന ടീം വല്ലാത്ത തലവേദന ഏറെ നേരം അവൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അതിലൂടെ അവൾക്ക് കാഴ്ച തിരിച്ചു കിട്ടുകയാണ്. അവൾ നേരെ ഈ ഒരു സന്തോഷ വാർത്ത ചെന്നിനോട് പറയാനായി പോകുമ്പോൾ ചെന്നും യുവും ഒന്നിച്ചുള്ള കാര്യം അവൾക്ക് മനസ്സിലാവുന്നു. ഇവർ ഒന്നിച്ചിപ്പോ റിലേഷനിലാണ്, തന്നെ അവർ പറ്റിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്ന ലിൻ ആകെ തകരുന്നുണ്ടെങ്കിലും അവൾ കാഴ്ച തിരിച്ചു കിട്ടിയ സത്യം ആ ഒരു ടൈം അവരോട് വെളിപ്പെടുത്തുന്നില്ല. പകരം അവൾ നേരെ മാർക്കിന്റെ അടുത്തേക്ക് പോയി അവനോട് ആ ഒരു സത്യം പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇവന്റെ അച്ഛന്റെ മരണത്തിന് തന്റെ അച്ഛന് ഒരു കാരണമാണോ എന്നത് ഇവന് ഡൗട്ട് ഉണ്ടെന്നും ഇവൻ അതിന്റെ അന്വേഷണത്തിലാണ് ഇവിടേക്ക് ഇപ്പൊ വന്നു പെട്ടതെന്നും മനസ്സിലാക്കുന്ന അവൾക്ക് ഇപ്പോഴും അവൾ തന്റെ അച്ഛന്റെ മരണത്തിൽ ഇവൻ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന ഡൗട്ടിൽ തന്നെ ആകുന്നു. അങ്ങനെ ഇത്രയും നാള് തന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്ന് ലിൻ വിചാരിച്ചിരുന്ന ചെൻ അവളെ ചതിക്കുന്നു എന്നത് ഇപ്പൊ നേരിട്ട് മനസ്സിലാക്കി അവൾ ആ ഫ്രസ്ട്രേഷൻ മുഴുവൻ മാർക്കിനോടാണ് തീർക്കുന്നത്. അവനെ അവൾ ഇനി മേലാൽ കണ്ടുപോകരുതെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു. അവളുടെ പേഴ്സണൽ ഗാർഡ് എന്ന ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു. അങ്ങനെ അവൾ ഇതെല്ലാം ചെയ്യുന്നത് മാർക്കിനെ വളരെ സങ്കടപ്പെടുത്തുന്നു. അപ്പോഴും അവനൊന്നും മിണ്ടാതെ ഇറങ്ങി പോകുന്നുണ്ട്. എന്തായാലും ഇതറിയുന്ന ജോ മാർക്ക് അറിയാതെ ലിന്നിനെ വന്നു കണ്ട്, നീ അറിയുന്നതിന് മുന്നേ തന്നെ നിന്നെ അവൻ പല അപകട ഘട്ടങ്ങളിലും സഹായിച്ചിട്ടുണ്ട്, നീ അത് അറിഞ്ഞിട്ട് പോലും ഇല്ല. പക്ഷെ കണ്ണിന് കാഴ്ച കിട്ടിയിട്ടും ഇല്ലാത്തതുപോലെ അഭിനയിക്കുന്നുണ്ടല്ലോ, നിന്റെ ഹൃദയവും എന്താ അത്രയ്ക്ക് കാഴ്ചയില്ലാത്തതായി മാറിയോ? നീ ഇഷ്ടപ്പെടുന്ന ആള് നിന്നെ ചതിച്ചെന്ന് കരുതി നിന്നെ ഇഷ്ടപ്പെടുന്നവരെ കാണാതെ പോകുന്നത് മനസ്സിന്റെ അന്ധതയാണെന്നെല്ലാം ജോ പറയുമ്പോ എന്തേ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നായിരുന്നു ലിന്നിന്റെ മറുപടി. മാർക്കിന് നിന്നെ ഇഷ്ടമാണ്. അവന്റെ അച്ഛന്റെ മരണത്തിൽ നിന്റെ അച്ഛനും റിലേറ്റഡ് ആണ് എന്ന് ഡൗട്ട് ഉണ്ടായിട്ട് പോലും നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നിന്നോടുള്ള ഇഷ്ടത്തിന്റെ പേരിലാണ്. നിന്റെ അച്ഛനെ നീ വിചാരിക്കുന്നത് പോലെ മാർക്ക് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അവന്റെ ഒരു വിരല് പോലും അദ്ദേഹത്തിന്റെ ദേഹത്ത് പെട്ടിട്ടില്ല എന്നല്ല ജോ തീർത്തു പറയുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് മറുപടി പറയാതെ വീട്ടിലേക്ക് ചെല്ലുന്ന ലിൻ അവിടെ കാണുന്നത് ഒരു അഡ്വക്കേറ്റിനെ വിളിച്ചുകൊണ്ട് വന്ന് രഹസ്യമായി തന്റെ ഒപ്പ് ചില ഡോക്യുമെന്റ്സിൽ കൈക്കലാക്കി എടുക്കാനായി നോക്കുന്ന ചെന്നിനെയും യുവിനെയുമാണ്. പക്ഷെ കാഴ്ച കിട്ടിയിട്ടും കാഴ്ച കിട്ടാത്തതുപോലെ അഭിനയിക്കുന്ന ലിൻ അതിവിദഗ്ധമായി അതിൽ നിന്ന് പിന്മാറുന്നു. അവൾ എന്നിട്ട് നേരെ പോകുന്നത് മാർക്കിനെ കാണാനായിട്ടാണ്. അവനോട് അവൾ മാപ്പ് പറയുന്നു. തന്റെ പേഴ്സണൽ അസിസ്റ്റന്റായി തന്റെ കൂടെ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനായി കൂടെ നിന്ന് സഹായിക്കണമെന്ന് ആവശ്യപ്പെടുന്ന അവൾ ജോ പറഞ്ഞതുപോലെ എന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ ഇത്തവണ മറച്ചു വെക്കാതെ ഇഷ്ടമാണെന്ന് തന്നെ മാർക്ക് തുറന്നു പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ചെന്നിനും യുവിനുമെതിരെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. ലിന്നിന്റെ ബർത്ത്ഡേ പാർട്ടി നടക്കുമ്പോൾ അവിടെ ലിന്നിന്റെ കയ്യിൽ ചെൻ മുന്നേ ഇട്ടുകൊടുത്തിരുന്ന എൻഗേജ്മെന്റ് റിംഗ് ലിൻ അറിയാതെ ലിന്നിന് കാഴ്ചയില്ലാത്ത സമയത്ത് അടിച്ചു മാറ്റി യു ഇട്ടോണ്ട് നടന്നത് ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുക്കാനെത്തിയ ആളുകളുടെ മുന്നിൽ വെച്ച് ലിൻ ചോദിക്കുന്നു. തുടർന്ന് തന്നെ ചെൻ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതി യു അവനെ നോക്കുമ്പോൾ അവൻ ഒന്നും അറിയാത്ത രീതിയിൽ നിൽക്കാണ്. അങ്ങനെ കൂട്ടുകാരിക്ക് കാഴ്ചയില്ലാത്ത സമയം അവളുടെ എൻഗേജ്മെന്റ് മോതിരം അടിച്ചു മാറ്റിയ ഒരു കള്ളിയായി യുവിനെ അവിടെ നാണം കെടുത്തുന്നു. പക്ഷെ പിന്നീട് യു ലിന്നിന്റെ കാലിൽ വീണ് ഇനി ഞാൻ തെറ്റൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ മാപ്പ് ചോദിക്കുമ്പോൾ അവൾ ചെന്നിനെയും യുവിനെയും ഇവിടെ നിർത്തി അവരെ കൊണ്ട് തന്നെ ഇവർക്ക് തന്റെ അച്ഛന്റെ മരണത്തിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അതിനുള്ള തെളിവുകൾ കണ്ടെത്തണമെന്ന ലക്ഷ്യത്തിൽ അവളെ ക്ഷമിച്ച് അവിടെ നിർത്തുന്നുണ്ട്. അതിനുശേഷം ചെന്നിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ അത്രയും പേരുണ്ട്. ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ നിന്നെ പ്രൊട്ടക്ട് ചെയ്താൽ നമ്മൾ തമ്മിലുള്ള റിലേഷൻ എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് മാത്രമാ ഞാൻ നിന്നെ സംരക്ഷിക്കാഞ്ഞതെന്ന് ചെൻ യുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് പല സന്ദർഭങ്ങളിലും ചെന്നിന്റെ ഓഫീസ് റൂമില് സംശയാസ്പദമായി ഡോക്യുമെന്റ്സ് തിരഞ്ഞു ചെല്ലുന്ന ലിൻ തലനാടിരക്കാണ് ചെൻ പിടിക്കുന്നതിൽ നിന്ന് മാർക്കിന്റെ സഹായത്തോടെ രക്ഷപ്പെടുന്നത്. അതിനോടകം മാർക്കിന്റെ പേരിൽ കമ്പനിയുടെ 51% ഷെയർസും ലിൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതറിയുന്ന ചെൻ മാർക്കിനെ ആക്രമിക്കാനായി ചെൻ കുറച്ച് ആളുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഷെയർസ് തിരിച്ചു തന്നില്ലെങ്കിൽ നിന്റെ കഥ കഴിക്കുമെന്നെല്ലാം ചെൻ ഭീഷണിപ്പെടുത്തുമ്പോൾ മാർക്ക് അത് കേൾക്കുന്നില്ല. പക്ഷെ ചെൻ പറഞ്ഞതുപോലെ തന്നെ അവൻ ഏർപ്പാടാക്കിയ ആളുകൾ ലിന്നിന്റെ കൂടെ മാർക്കുള്ളപ്പോ അവനെ ആക്രമിക്കുന്നുണ്ട്. അതിൽ അവൻ രക്ഷപ്പെടുന്നുണ്ടെങ്കിലും പരിക്കേൽക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് ഇതെല്ലാം കണ്ട് ആകെ സങ്കടം വരുന്ന ലിൻ മാർക്കിനെ പരിചരിക്കുന്ന കൂട്ടത്തിൽ അവൾക്കും അവനോടുള്ള ഫീലിങ്സ് തുറന്നു പറയുന്നു. അങ്ങനെ അത് കേൾക്കുന്നവൻ വളരെ ഹാപ്പി ആവുന്നുണ്ട്. അവന്റെ ശരീരത്തിൽ ഇവളന്ന് കാർ അപകടത്തിൽ പെട്ട ടീം അവളെ രക്ഷിക്കാനായി ശ്രമിക്കുമ്പോൾ ചില്ലൊക്കെ തറഞ്ഞ് നിരവധി പരിക്ക്
പരിക്കുകളുണ്ട്. ഈ പരിക്കുകൾ കണ്ടാണ് ഇവള് മുന്നേ ഒരു സംശയം പോലെ അവനോട് എന്താ ഇത്രയും പരിക്ക് ദേഹത്തെന്ന് ചോദിച്ചപ്പോ അവളെ സംരക്ഷിച്ചതിന്റെ പരിക്കാണെന്ന് തുറന്നു പറയാതെ ഒരു ബോഡി ഗാർഡ് ആവുമ്പോ ഇങ്ങനെ പരിക്ക് വരുമെന്ന ഒരു കള്ളം അവൻ പറഞ്ഞത്. അവൻ അത് പറയാതെ മറച്ചു വെക്കുന്നുണ്ടെങ്കിലും ഒരു അവസരത്തില് മാർക്ക് പറയരുതെന്ന് തടഞ്ഞിട്ട് പോലും ജോ വഴി ആ ഒരു കാര്യം ലിൻ അറിയുന്നു. അതായത് ഇപ്പോ അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കൂടാതെ മുന്നേ അവൾക്കൊരു കാർ അപകടം സംഭവിച്ചപ്പോഴും അവളെ രക്ഷിച്ചത് ഈ മാർക്ക് തന്നെയാണെന്ന്. പക്ഷെ അവൾ ഇത്രയും നാളത് ചെന്നാണെന്നാണ് കരുതിയിരുന്നത്. അങ്ങനെ അവരൊന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നു. അടുത്ത ദിവസം രണ്ടുപേരും വളരെ നല്ല മൂഡിലായിരുന്നു. ഒന്നിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ നിൽക്കുന്നതെങ്കിലും അതിന്റെ ഇടയിൽ യാദൃശികമായി മാർക്കിന്റെ താമസ സ്ഥലത്ത് ഒരു ഡയറിയും ചില ഡോക്യുമെന്റ്സും ലിൻ കണ്ടെടുക്കുന്നു. ആ ഡയറിയിൽ ലിന്നിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് മാർക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ അവളുടെ വിശ്വസ്തത പിടിച്ചു പറ്റാം എന്നതിനു വേണ്ടി അവൻ നടത്തിയ റിസർച്ചിന്റെ ഡീറ്റെയിൽസ് ആണ് ഇതിലുള്ളത്. ഇത് കാണുന്ന അവൾ ആകെ ഷോക്കാവുന്നു. അപ്പൊ ഇവനെ വിശ്വസിക്കണോ വേണ്ടയോ? എന്താണ് ഇവൻ ഉദ്ദേശിക്കുന്നത്? ഇവന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരനായ എന്റെ അച്ഛന്റെ മകളായ എന്നോട് പകരം വീട്ടാനുള്ള ഒരുക്കമാണോ ഇവൻ? എന്റെ അച്ഛന്റെ മരണത്തിൽ ഇവൻ ഉത്തരവാദിയാണോ എന്നിങ്ങനെ നിരവധി അനവധി ഡൗട്ടുകൾ അവൾക്ക് വരുന്നുണ്ട്. കാരണം ഒരിക്കൽ ലിന്നിന്റെയും മാർക്കിന്റെയും അച്ഛന്മാര് ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരുന്നു. പക്ഷെ തന്റെ അച്ഛൻ സ്വത്തിൽ കൂടുതൽ തട്ടിയെടുത്ത് മാർക്കിന്റെ അച്ഛനെ കടക്കിണിയിലാക്കുകയും തുടർന്ന് അദ്ദേഹം മരിക്കുകയുമായിരുന്നു. അത് ആത്മഹത്യയാണെന്നാണ് നിഗമനം. ഈ കാര്യങ്ങൾ ഇപ്പോൾ അറിയുന്ന അവൾ അവന്റെ അടുത്ത് നിന്ന് പിണങ്ങി പോകുന്നു. നീ വിചാരിക്കുന്നത് പോലെ എനിക്ക് അങ്ങനത്തെ ദുരുദ്ദേശങ്ങൾ ഒന്നുമില്ല. ഇനിയും ക്ലാരിറ്റി കിട്ടിയിട്ട് നിന്നോട് വെളിപ്പെടുത്താൻ സാധിക്കുമെന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും അവൾ അത് കേൾക്കാൻ നിന്നില്ല. അപ്പോഴേക്കും ചെന്നും യുവും ലിന്നിന് കാഴ്ച തിരിച്ചിട്ട കാര്യം 100% ഉറപ്പിക്കുന്നു. പക്ഷെ അപ്പോഴും മാർക്ക് ലിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ തന്നെ ഉറച്ച് അവൾ പോലും അറിയാതെ അവളുടെ റൂമിൽ ഒളിക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പതേ കാഴ്ച തിരിച്ചു കിട്ടിയ ലിന്നിനെ തന്റെ വശത്തേക്ക് തിരിച്ചു കൊണ്ടുവരാനായി ചെൻ ആദ്യം അവളുടെ അടുത്ത് യു ആണ് തന്നെ അവളുടെ അടുത്തേക്ക് പ്രണയത്തിലാക്കാനായി നോക്കിയത്. അല്ലാതെ താൻ ലിന്നിനെ ചതിക്കാൻ പ്ലാൻ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും ലിൻ അത് കേൾക്കുന്നില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ അവളെ ബലമായി കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു. ഇത് ക്യാമറ വഴി മനസ്സിലാക്കുന്ന മാർക്ക് തക്ക സമയം അവിടേക്ക് എത്തി ലിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. പക്ഷെ ലിൻ തന്നോട് പിണക്കത്തിലാണെന്ന് അറിയാവുന്ന അവൻ ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടെങ്കിലും ലിന്നിന് മാർക്കിന് തന്നോടുള്ള ആത്മാർത്ഥ സ്നേഹത്തെ പറ്റി മനസ്സിലാവുന്നു. അല്ലെങ്കിൽ അവനിപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വരേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ എല്ലാം കൊണ്ടും അവൾ ഒരു തീരുമാനമെടുക്കുന്നു. ആദ്യം പോകുന്നത് യുവിന്റെ അടുത്തേക്കാണ്. കഴിഞ്ഞ 20 വർഷമായി യു തന്റെ ആത്മാർത്ഥ സുഹൃത്താണെന്നാണ് അവൾ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോ എല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ലിൻ ആദ്യം തന്നെ യുവിന്റെ കർണക്കുറ്റിക്കിട്ട് ഒരു അടി കൊടുത്ത് ആ സൗഹൃദത്തിന് വലിയ ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. അതിനുശേഷം തന്റെ കയ്യിലുണ്ടായിരുന്ന ചെൻ തനിക്കിട്ട എൻഗേജ്മെന്റ് റിംഗ് യു ഒരിക്കൽ താൻ പോലും അറിയാതെ കൈക്കലാക്കിയ ആ ഒരു റിംഗ് ഇന്ന് അവൾക്ക് എന്റെ ദാനമായത് എടുത്തോണ്ട് പോടിയെന്നും പറഞ്ഞ് എറിഞ്ഞു കൊടുക്കുന്നു. അതായത് ചെന്നുമായുള്ള റിലേഷനും എന്നേക്കുമായി ലിൻ ഉപേക്ഷിച്ചു എന്നത് ഇതിലൂടെ മനസ്സിലാക്കാം. ഇതേ ടീം ഇത്രയും നാള് ലിന്നിന്റെ അച്ഛനാണ് തന്റെ അച്ഛനെ കടക്കിണിയിലാക്കി മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന് മാർക്ക് വിചാരിച്ചിരുന്നു. പക്ഷെ അതിന് കംപ്ലീറ്റ് തെളിവുകളില്ലാതെ അവൻ അതിന്റെ കുറച്ച് അന്വേഷണത്തിലുമായിരുന്നു. ഇപ്പൊ അന്വേഷണത്തിൽ അവൻ കണ്ടെത്തുന്നത് ലിന്നിന്റെ അച്ഛന്റെയും തന്റെ അച്ഛന്റെയും കൂടെ ബിസിനസ്സിൽ മറ്റൊരു പാർട്ട്ണറും കൂടി ഉണ്ടായിരുന്നു. അത് ഈ ചെന്നിന്റെ അച്ഛനായിരുന്നു. അയാളായിരുന്നു എല്ലാ ചതിക്കും പിന്നിലെ ആളെന്നാണ്. ഇതേ ടീം ചെയ്ത കാര്യങ്ങളിലെ തെറ്റ് തോന്നുന്ന യു ആകട്ടെ മാർക്കിനെ ചെന്ന് കണ്ട് അന്ന് ലിന്നിന്റെ അച്ഛന്റെ ഓഫീസ് റൂമിൽ നിന്ന് മാറ്റിയ CCTV ക്യാമറയുടെ SD കാർഡ് കൊടുക്കുന്നു. അതിലുണ്ടായിരുന്നത് അവിടെ വെച്ച് ലിന്നിന്റെ അച്ഛനും ചെന്നും തമ്മിൽ വാക്കേറ്റമാകുന്നതും തുടർന്ന് ചെൻ പിടിച്ച് അദ്ദേഹത്തെ ശക്തിയിൽ തറയിലേക്ക് തള്ളുമ്പോൾ ആകെ പാനിക് ആകുന്ന അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് വന്ന് പെടയുന്നതും അത് കണ്ടിട്ടും രക്ഷിക്കാതെ മെഡിക്കൽ സപ്പോർട്ട് നൽകാതെ ലിൻ അദ്ദേഹത്തെ മരണത്തിന് വിട്ടു നൽകുന്നതുമാണ്. ഈ ടീം മെമ്മറി കാർഡ് യു കൊടുത്തു അവൾ തന്നെ ചതിച്ചു എന്ന് മനസ്സിലാക്കുന്ന ചെൻ നേരെ യുവിന്റെ അടുത്തേക്ക് ചെന്ന് അവളുടെ കഥ കഴിക്കുകയാണ്. അപ്പോഴേക്കും മാർക്കാകട്ടെ ലിന്നിനെ ബെഡ്റൂമിൽ മയക്കി കിടത്തി അവൾ ഇനി അപകടത്തിൽ പെടരുത് എന്ന ഒരു കണക്ക് കൂട്ടലിൽ അവളെ റൂമിൽ പൂട്ടിയിട്ട് അവൻ ഒറ്റയ്ക്ക് ചെന്നിനെ കണ്ട് എല്ലാ കണക്കുകളും തീർക്കാനായി പോകുന്നുണ്ട്. അങ്ങനെ ചെന്നുമായി ഫൈറ്റ് നടത്തുകയാണ് മാർക്ക്. ചെന്നിന്റെ കൂടെ കൂട്ടാളികളുണ്ട്. മാർക്ക് ഒറ്റയ്ക്കാണ്. ആ ഒരു ടീം ചെൻ മാർക്കിനെ ശരിക്കും പരിക്കേൽപ്പിക്കുന്നു. മാർക്ക് തിരിച്ചടിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും മാർക്ക് പൂട്ടിയിട്ട മുറിയിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് എത്തുന്ന ലിൻ കറക്റ്റായി ഇവിടേക്ക് എത്തി മാർക്കിനെ ആക്രമിക്കുന്ന ചെന്നിനെ തടയാൻ നോക്കുന്നു. ആ ഒരു ടീം ചെൻ ലിന്നിനെ വട്ടം പിടിച്ച് അവളുടെ കഴുത്തിൽ കത്തിവെച്ച് അത് കാണിച്ച് പേടിപ്പിച്ച മാർക്കിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അധിക നേരം അവൻ അത് തുടരാൻ കഴിയുന്നില്ല. മാർക്ക് വളരെ തന്ത്രപരമായി ലിന്നിന്റെ കഴുത്തിൽ വെച്ചിരുന്ന കത്തിയുണ്ട് ചെന്നിനെ കുത്തി പരിക്കേൽപ്പിച്ച് അവന്റെ പിടിയിൽ നിന്ന് ലിന്നിനെ രക്ഷിക്കുന്നു. തുടർന്ന് ഇവരുടെ കയ്യിൽ ചെന്നിനെതിരെയുള്ള സകല തെളിവുകളും യുവിന്റെ കൊലപാതകവും ലിന്നിന്റെ അച്ഛന്റെ മരണത്തിൽ ചെന്നിനുള്ള പങ്കും അങ്ങനെ എല്ലാത്തിനും ഇപ്പോൾ തെളിവ് സഹിതം ചെന്നിനെ പൂട്ടാനായി ലിന്നിനും മാർക്കിനും സാധിക്കുന്നു. തുടർന്ന് തന്റെ അച്ഛന്റെ മരണത്തിന്റെ സത്യാവസ്ഥ കണ്ടെത്തിയ സന്തോഷത്തിൽ മാർക്കും തന്റെ അച്ഛന്റെ മരണത്തിന്റെ സത്യാവസ്ഥ കണ്ടെത്തിയ സന്തോഷത്തിൽ ലിന്നും കൂടാതെ ചെൻ എന്ന വലിയൊരു ചതി തന്നെ തന്റെ ജീവിതത്തിൽ ഇല്ലാതായി എന്ന ആശ്വാസത്തിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.